ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി ഒരു കിങ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചോറിന് ആവശ്യത്തിലേറെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അതേപോലെ ഈ ഐറ്റംസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സൺഫ്ലവറും കുറച്ച് ഗീയും കുറച്ച് നാരങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മളത് വേവാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമ്മുടെ ഫിഷ് നമുക്കിവിടെ കഴുകി കുട്ടപ്പനാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ചോറ് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കതിങ്ങനെ ഊറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ഈ ഒരു ഫിഷിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ലെമണും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് മാറ്റി വെക്കാം. പിന്നെ 2 ഫുൾ തക്കാളി തോലും അരിയൊന്നും കളയാണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഫിഷ് ഫുള്ള് ഒരു ഹാഫ് വേവുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം അതേ ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സവാള ഇങ്ങനെ വഴറ്റിയെടുക്കാം. നന്നായി വഴണ്ട് വരുന്നതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് തക്കാളി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ഐറ്റം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് തൈരും, പിന്നെ കുറച്ച് ലെമണും, പിന്നെ പുതിനയും ഈ ഒരു കൊറിയൻഡർ ലീഫ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കാരണം ആ ഒരു തക്കാളി ഞാൻ അടിച്ചത് ആ ഒരു ഗരം മസാല ഉണ്ടാക്കിയ ജാറിൽ തന്നെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ദമ്മ് ഇടാൻ വേണ്ടിയിട്ട് വേവിച്ച് വെക്കാം. അരപ്പ് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ചോറ്, ഹാഫ് വേവായിട്ടുള്ള ചോറ് ഇങ്ങനെ കോരി വെച്ചിട്ട് ദമ്മിലിട്ട് കുറേ നേരം വെക്കുക. ഒരു 10-15 മിനിറ്റോളം സിമ്മിലിട്ടിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ഒരു കിങ് ഫിഷ് ബിരിയാണി നമുക്ക് റെഡി ആയിട്ട് വരും. അപ്പോൾ മീൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചോറ് മിക്സ് ആക്കുന്നതിന് മുന്നേ തന്നെ അടിയിൽ നിന്ന് ആ ഒരു ഫിഷ് കോരി മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതിന് ശേഷം മാത്രമാണ് നമ്മൾ റൈസ് മിക്സാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും ഞാനും വെക്കും ഈ ഒരു വെള്ളിയാഴ്ച ദിവസം ഇതായിരുന്നു കേട്ടോ ട്രൈ ചെയ്തത്. മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.